പാത്തു, കുട്ടിയുടെ അമ്മയുടെ എത്രാമത്തെ പ്രസവ? രണ്ടാമത്തെ. എൻ്റെ അമ്മയുടെ 7ാമത്തെ പ്രസവ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മാറിയെന്ന് ഞാൻ വാങ്ങിച്ചു തരാം. ഓ വേണ്ടട്ടാ, ഞാൻ വാങ്ങിച്ചോളാം. മോനെ എന്നാ എനിക്ക് മേടിച്ചു തരുമോ? അലക്കി uniക്കാൻ വയ്യാഞ്ഞിട്ടാ. അന്നതാനങ്ങ് വാങ്ങിച്ചാ മതി. ആന്റിക്ക് മേടിച്ചു വിട്രാ. എൻ്റെ പൊന്നേട്ടാ, വെറുതെ എന്തിനാ കാശ് കളയുന്നത്? ഒന്ന് ക്യൂ നിന്നാൽ നല്ല ഉഗ്ര നൂണ് കിട്ടും. അല്ലെങ്കിൽ ഈ സമയത്ത് ചേച്ചിക്ക് ഹോട്ടൽ ഫുഡ് കൊടുക്കുന്നത് ശരിയല്ല ഏട്ടാ. ചേട്ടൻ ഒന്ന് വെയിറ്റ്, ഞാൻ മേടിച്ചു തരാം. എന്താ പേര്? ജിനു. ജിനുവിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം. ഇനി മേലെ എൻ്റെ കാര്യത്തിൽ ഇടപെടില്ല, കേട്ടല്ലോ? എന്താ ഏട്ടാ വിളിച്ചത്? ഇതൊന്ന് കൊച്ചിന് കൊടുക്കാവോ? എന്റെ പൊന്നു ചേട്ടാ, ഇതൊന്നും കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. മോളെ, ഈ സമയത്ത് ഇത് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? വേറെ ആരാ? എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കും മോളെ. ചേട്ടാ, എന്റെ പണി പോവും ചേട്ടാ. ഇതെങ്കിലും ഇത് വേണം, ഞാൻ ശ്രമിച്ചു നോക്കാം. മരുന്നൊക്കെ കഴിച്ചാ? ഇത് ഗംഗയ്ക്ക് തരാൻ പറഞ്ഞ് ശിവേട്ടൻ പ്രത്യേകം തന്നു വിട്ടതാ. ഒരു കട മുഴുവൻ മേടിച്ചുകൊണ്ട് വന്ന് ഞാനത് എങ്ങനെ കൊണ്ടുതരാനാ? പിന്നെ ഇത് പ്രത്യേകം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നതാ. ശിവേട്ടന് മോളെ കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കരയാണോ? ഡെലിവറി കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? എൻ്റെ ബർത്ത്ഡേ ആണിന്ന്. ചേച്ചിക്കും കൊടുക്കണേ മിഠായി. ചേച്ചി കഴിക്കണേ. പോലീസുകാർക്ക് സംശയമൊന്നുമില്ലല്ലോ? ആർക്കും ഒരു സംശയമില്ല. ഗംഗ എവിടെ തിരിഞ്ഞാൽ ഇടംബലം പോലീസാ. നൈറ്റ് 3 പോലീസുകാർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകും. പിന്നെ രാത്രി 1 പോലീസുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ. റൂമിൽ അവിടെ ഗംഗ ഒറ്റക്കായിരിക്കോ? അല്ല, കൂട്ടത്തിലാ ചേച്ചിയുണ്ട്, മറ്റേ തടവുകാരി. അവരൊരു പ്രത്യേക സ്വഭാവക്കാരിയാ. ആരോടും മിണ്ടത്തുമില്ല, ചിരിക്കത്തുമില്ല. ഇനി ഈ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വരെ വരേണ്ട കാര്യമില്ല, ഞാൻ കൊണ്ട് തന്നോളാം. അവര് നമ്മുടെ കൂടെ നിൽക്കോ? അതെങ്ങനെ നടക്കും? അവര് നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് നമ്മുടെ കൂടെ നിൽക്കുന്നോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ല, മിനിയല്ലേ പറഞ്ഞു അവര് ഗംഗയുടെ മുറിയില്ലാന്ന്. അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നഴ്സിംഗ് റൂമിലേക്ക് കൊണ്ടുവരാലോ. ₹10,000 സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷെ അവരെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു. അവിടെ ഒരു രേണുക എന്നാണ്, ഒരു മണി ലോണ്ടറിങ് കേസിൽ പെട്ടിരിക്കുകയാണ്. 1-2 രൂപയൊന്നും അല്ല, ഒരു 10 കോടിയുടെ കേസ്. പിന്നെ ഒരു 6 കേസ് FIR ഇല്ലാത്ത. അതുകൂടെ കോഷ് ചെയ്ത് കൊടുത്താൽ അവർ 99% നമ്മുടെ കൂടെ വെക്കും. അപ്പോൾ അവർക്ക് എത്ര പൈസ കൊടുക്കേണ്ടി വരും? അതവർ പറയട്ടെ. നിങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ ആരാണിപ്പോൾ പോയി അവരെ പറഞ്ഞ് നമ്മുടെ സൈഡിലാക്കുക? നിങ്ങളൊരു നേഴ്സല്ലേ? എനിക്കെപ്പോണെങ്കിലും ഞങ്ങളുടെ റൂമിലേക്ക് കയറിച്ചല്ലാം. അയ്യോ, എന്നെ വിട്ടേക്ക്. എൻ്റെ കയ്യിൽ നിന്ന് പോവും. എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എൻ്റെ പണി പോവും. അല്ലാതെ തന്നെ എന്നെക്കുറിച്ച് കുറേ കംപ്ലയിൻസ് ഉണ്ട്. എനിക്ക് അവരോട് പറഞ്ഞ് 2 പേരെ ഓക്കെ ആക്കാമെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കുന്ന പൈസ 20% തനിക്ക് തരാം. താൻ ഇപ്പോൾ പറയണ്ട, താൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ ചെല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. പിന്നെ
പപ്പേട്ടാ എന്താ ഇവിടെ? ഞാനിവിടെ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്ന് കാറ്റ് കൊള്ളാനാ ഈ വെയിലത്താ? ആ കാര്യം പറയടോ. അത് ഞാനേ എന്തോ കൂടായി പൊണ്ടല്ല. ഇവിടെ ചെറു 20%. എടാ 20% അത് കിട്ടിയാ പൊളിക്കോ? ഒറ്റയ്ക്ക് കാശടിക്കാനുള്ള പരിപാടിയല്ലേ? എടാ ഒന്ന് സഹായിക്കടാ മോനെ. എടാ എനിക്ക് കിട്ടുന്നത് ഞാൻ ഷെയർ ചെയ്യാം. എന്ത് ഷെയർ? നിങ്ങൾ പോയി സംസാരിച്ച് ആകെ സീനാവും. അതൊക്കെ മിനി നോക്കിക്കോളും അല്ലടാ. എടാ മിനിക്ക് ആ പൈസ മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ കയ്യിലായിരിക്കൂ. നമ്മക്കൊന്നും കിട്ടുകയല്ല. എടാ നിനക്ക് ഈ പ്രസവം കഴിഞ്ഞാൽ പിന്നെ ചെലവാ 28-ന്. അത് നമുക്ക് കളറാക്കാം. നിന്നെ ഞാൻ സഹായിക്കാം. ഐഡിയ താ. ഇയാള് വെറുതെ വെളിവേടാണ്. നീ വന്നേ. എടാ ഈ 20%-ന് വേണ്ടി ഞാൻ രാവിലെ മുതൽ നടക്കുക. എടാ സഹായിക്കടാ. ഞാൻ നിന്റെ ആശാനല്ലട കുട്ട. ദാരിദ്ര്യം കൊണ്ടാ ശരിക്കും. നമുക്ക് 3 ഷെയർ ചെയ്യടാ. ഞാനൊരു ഐഡിയ പറയട്ടെ. പപ്പേട്ട ഈ തുണി കൊണ്ട് വിരിക്ക്. നിന്റെ തുണി ഞാൻ കൊണ്ട് വിരിക്കണം. കൊണ്ടുപോടാ. എന്റെ പൊന്നി ഏട്ടാ, ഇത് വിരിച്ചോണ്ട് പുള്ളിക്കാരി ഒരു കാര്യം പറ. ബാക്കി കാര്യം ഞങ്ങളേറ്റ്. ഐഡിയ പപ്പട്ടിന്ന് പൊളിക്കും. നിനക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? പുസ്തകം വായിക്കുമായിരിക്കും അല്ലേ? ചേച്ചി എനിക്കൊരു സഹായം ചെയ്തു തരണം. ഞാനിവിടുത്തെ ഒരു പാവ ആംബുലൻസ് ഡ്രൈവറാണ്. ചേച്ചി കാര്യം വളരെ സിമ്പിളാ. ചേച്ചിയുടെ കൂടെയുള്ള ആ ഗർഭിണി പെണ്ണില്ലേ ഗംഗ, അവളെ ഞങ്ങൾ ഇവിടുന്ന് കടത്താൻ പോവാ. ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ അവളുടെ ഭർത്താവ് രഘു, അവളുടെ അച്ഛൻ ശിവൻ, പിന്നെ കൂടെ ഞങ്ങൾ കുറച്ച് പേര് കൂടെ ഉണ്ടോ. ചേച്ചി ഞങ്ങളുടെ ടീമിൽ ചേരണം പ്ലീസ്. അല്ല പേടിക്കണ്ടെന്നേ. ചേച്ചിക്ക് ഇതിനകത്ത് വലിയ പണിയൊന്നുമില്ല. കൂടെ ഒന്ന് വന്നാൽ മതിയെന്നേ. ചേച്ചി പറയുന്ന പൈസ പറയുന്ന അക്കൗണ്ടിനകത്ത് ഞാൻ ഇട്ട് തരും. ഓക്കെ അല്ലേ? ആലോചിച്ചിട്ട് നാളെ ഇവിടെ വരുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ ഒരു പാവമാന്നേ. കാശ് കിട്ടുമ്പോൾ ചെറിയൊരു കമ്മീഷൻ എനിക്ക് തരണം. പറഞ്ഞൊന്നും അവരോട് പറയല്ലേ. മനസ്സിൽ വെച്ചാൽ മതി. എല്ലാം ഓക്കെ അല്ലേ? എന്തൊക്കെ താൻ തന്നെ തൊലച്ചല്ലോ. ഞാൻ എന്താ ആ ചേച്ചിയുടെ പോക്ക് കണ്ടിട്ടെല്ലാം പ്രശ്നമാണെന്ന് തോന്നുന്നു. അല്ലടാ, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ പോയി അവർ പോലീസിനടുത്ത് പറഞ്ഞാൽ പിന്നെ നിന്റെ അടുത്ത് പറഞ്ഞല്ല ആവശ്യമില്ലാത്ത പണിക്കൊക്കെ ഉണ്ടാവും. അയാളുടെ ഒട്ടുക്കത്തിൽ 20%.